ശ്രീകൃഷ്ണ ജ്യോതിശാലയത്തിലേക്ക് അവർക്കും സ്വാഗതം. ഞാൻ ജ്യോതിസിന് വിജയം കിട്ടും. ശനിഗ്രഹ രാശിമാറ്റത്തെ പറ്റിയാണ് അവിടെ പറയുന്നത്. ഇപ്പോൾ കൊമ്പൻ രാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ശനി മീനൻ രാശിയിലേക്ക് കടക്കുകയാണ്. അതായത് 1200 ആണ്ട് മീനമാസം 15-ാം തീയതി അർദ്ധരാത്രി 12:30 അതായത് ഉദയത്തിന് ശേഷം അന്നത്തെ 15-ാം തീയതി ഉദയത്തിന് ശേഷം 45 നാഴിക ചെന്ന സമയത്താണ് ഈ 12:30 മലയാള മാസമായ കാരണം 15-ാം തീയതി 12-ാം തീയതി 12 മണി കഴിഞ്ഞാൽ പിറ്റേ ദിവസം 13-ാം തീയതി 15-ാം തീയതി 16-ാം തീയതി ആവും. പക്ഷേ മലയാള മാസത്തോളം വന്നിട്ട് ഉദയത്തിന് ശേഷം 16-ാം തീയതി ആവുള്ളൂ. പക്ഷേ അതേസമയത്ത് 2025 മാർച്ച് 29 അർദ്ധരാത്രി 12:30 അർദ്ധരാത്രി 12:30 പറയുമ്പോൾ 30-ാം തീയതിയായി. അതായത് 29 30-ാം തീയതി ആണ് ശനിഗ്രഹ മാറ്റം 12:30. അതായത് അർദ്ധരാത്രി പുലർച്ചെ എന്ന് പറയും. മാതൃഭൂമി പഞ്ചാംഗ പ്രകാരമാണ് 45 നാഴിക ഉദയത്തിന് ശേഷം എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ കർത്തവാവ് കഴിഞ്ഞ് അതിൻ്റെ 1-ാം പാദത്തിലാണ് ശനി രാശി മാറുന്നത്. അതായത് വാവ് കഴിഞ്ഞ് അമാവാസി കഴിഞ്ഞ് ഏകദേശം കുറച്ച് നാഴിക കഴിഞ്ഞതിന് ശേഷം 1-ാം പാദത്തിലേക്ക് എത്തും. 1-ാം പാദം പറഞ്ഞാൽ പ്രഥമ പാദം എന്ന് പറയും. 1-ാം പാദം അതിലാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ രാശി മാറുന്ന സമയത്ത് ശനിക്ക് മൗഢ്യമുണ്ട്. അതായത് കുംഭമാസം 11-ാം തീയതി തൊട്ടിട്ട് മീനമാസം 16-ാം തീയതി വരയ്ക്കും മൗഢ്യമുണ്ട്. അപ്പോൾ മൗഢ്യത്തോടു കൂടിയിട്ടാണ് കുംഭൻ രാശിയിൽ നിന്നും മീനൻ രാശിയിലേക്ക് ശനി മാറുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ ഇത് മകരൻ രാശി സ്വക്ഷേത്രമായിരുന്നു, കുംഭൻ രാശി മൂലക്ഷേത്രമായിരുന്നു. അതിൽ നിന്നും വിട്ട് കരഞ്ഞ് പോകുന്ന ഒരു ദൃശ്യമാണ് ശരിക്കും കാണുന്നത്. അതായത് മാനസികപരമായിട്ട് പിരിമുറുക്കം ഉണ്ടാവും അവരുടെ വീട്ടിൽ നിന്ന് പോകുന്ന സമയത്ത്. പക്ഷേ ബന്ധുക്ഷേത്രത്തിലേക്ക് പോകണം. പക്ഷേ ഒരു ദിവസമേ ഈ മൗഢ്യം നീണ്ടു നിൽക്കുന്നുള്ളൂ. അത് കഴിഞ്ഞ് പറഞ്ഞാൽ വീണ്ടും മൗഢ്യം പോയി പറഞ്ഞാൽ ബലഹീനായിട്ടുള്ള ബലം പോയി ആൾ വീണ്ടും ബലവാനായി മാറും എന്നുള്ളത് പറയുന്നത് രാശിയിൽ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് രാശി മാറ്റം ഉണ്ടാകുന്നത്. ഉദയലഗ്നം അന്നേക്ക് ഉദിച്ചു വരുന്ന ലഗ്നം എന്ന് പറയുന്നത് ധനു ലഗ്നമാണ്. അതായത് രാത്രി 12:30 ഉദിച്ചു വരുന്ന ലഗ്നം ധനുവാണ്. ധനു രാശിൻ്റെ അധിപനായിട്ടുള്ള ഗ്രഹം വ്യാഴമാണ്. ലഗ്നാധിപനും 4-ാം ഭാവാധിപനുമാണ് വ്യാഴം. അതായത് രാശിനാഥനും ഉദയലഗ്നത്തിൻ്റെ രാശിനാഥനും 4-ാം ഭാവത്തിൻ്റെ അധിപനുമായിട്ടുള്ള ഗ്രഹം 6-ാം ഭാവത്തിന്. അപ്പോൾ വ്യാഴം മറഞ്ഞു പോയി എന്ന് പറയും. ദൈവാധീനം മറഞ്ഞ സമയത്താണ് ശനിയുടെ രാശി മാറ്റം. അത് അത്ര ഗുണമല്ല. അതായത് ഓരോ രാശിക്കാർക്കല്ല പറയുന്നത്, പൊതുവെ രാജ്യത്തിനും ജനങ്ങൾക്കും പൊന്നത്തിൽ ഗുണമല്ല എന്നുള്ളത് പറയുന്നത്. ഗുണമല്ല എന്ന് വെച്ച് പറഞ്ഞാൽ ഒരു ദൈവികരമായിട്ടുള്ള ഒരു അനുഗ്രഹത്തോടു കൂടിയിട്ടല്ല ശനിയുടെ മാറ്റം എന്ന് പറയുന്നത്. ശനി അലസ ദുഃഖ നിര്യാണകാരക മന്നജ എന്ന് പറയുന്നത്. അപ്പം അലസത ഉണ്ടാകുന്ന സ്വഭാവവും ദുഃഖത്തോടു കൂടിയിട്ടുള്ള ഇതും അലസ ദുഃഖ രോഗസംബന്ധമായിട്ടുള്ള ഇതും മരണസംബന്ധമായിട്ടുള്ള ഇതൊക്കെയായിട്ടുള്ള കാരകത്വമുള്ള ആളാണ് ശനി. അയാളാണ് 4-ാം ഭാവം, സുഖസ്ഥാനമായ 4-ാം ഭാവം. അപ്പോൾ ആൾക്കാർക്ക് സുഖമില്ലാതെയാവും എന്നുള്ളൊരു സംശയമില്ല. ഈ ശനിഗ്രഹ മാറ്റം 2 വർഷം 4 മാസമാണ്. അതിൽ ഇപ്പോൾ പറയുന്നത് കർക്കിടക രാശിക്കാർക്കാണ്. കർക്കിടക രാശിക്കാർക്ക് ഇതുവരെ അഷ്ടമത്തിലായിരുന്നു. കുംഭൻ രാശിയിൽ പറഞ്ഞാൽ അഷ്ടമത്തിൽ പറഞ്ഞാൽ അർദ്ധാഷ്ടമം എന്ന് പറയും. അതായത് അർദ്ധ കണ്ടക ശനി എന്ന് പറയും. അപ്പോൾ അഷ്ടമ ശനി എന്ന് വെച്ചാൽ നാശസ്ഥാനത്തെ ശനിയാണ്. രോഗം, നാശം എന്നിവയെല്ലാം നിന്നും മോചനം നേടി 9-ാം ഭാവമായിട്ടുള്ള ത്രികോണ സ്ഥാനമായിട്ടുള്ള 9-ാം ഭാവത്തിലേക്ക് വരുമ്പോൾ അവർക്ക് ഗുണഫലങ്ങൾ ഉണ്ടാവും. ഭാഗ്യശനിയായി മാറും എന്നുള്ള പറയുന്നത്. ഭാഗ്യം, ധനം എന്നിവയെല്ലാം ഉണ്ടാവും. രോഗങ്ങളെല്ലാം വിട്ടുപോകും. ചില മാറാരോഗങ്ങൾ അല്ലെങ്കിൽ സ്ട്രോക്ക് വന്ന ആളുകൾക്കെല്ലാം കുറച്ച് മാറ്റങ്ങൾ വരുവാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട് എന്നുള്ള പറയുന്നത്. അതുപോലെ തന്നെ നടക്കാൻ പറ്റാതെ ഇരിക്കുന്നവർക്കെല്ലാം കുറച്ച് നടന്നു കഴിയാനുള്ള സാധ്യതയുണ്ടാവും. അതുപോലെ തന്നെ അലോപ്പതി സംബന്ധമായിട്ടുള്ള മെഡിസിൻ സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം ഉണർവും ശക്തിയും അതുപോലെ തന്നെ പ്രാരംഭ ഘട്ടത്തിലുള്ള എല്ലാവിധ സജ്ജീകരണത്തോടു കൂടിയിട്ടുള്ള
സർജറികളെല്ലാം നിവൃത്തിയുള്ള സാധനങ്ങളും ആധുനിക സംവിധാനത്തിലുള്ള സർജറികളെല്ലാം വരാൻ പോകുന്നു എന്നുള്ളതൊക്കെ പറയും. ഇപ്പോൾ റോബോട്ട് സർജറി ഉണ്ട്. എന്നിരുന്നാലും അതിനേക്കാൾ വിശദമായിട്ടുള്ള സർജറിക്കൽ മറ്റുള്ള കാര്യങ്ങളെല്ലാം ഈ ശനിമാറ്റത്തോടുകൂടി വരാൻ പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ശനിമാറ്റത്തോടു കൂടി തന്നെ ഈ കർക്കിടക രാശിയിൽപ്പെട്ടിരിക്കുന്ന എഞ്ചിനീയർമാർ, ഹൈടെക് എഞ്ചിനീയർമാർ, എംടെക് എഞ്ചിനീയർമാർ, ബിടെക്, എംടെക്, അങ്ങനെ ഹൈടെക് എന്നുള്ളതാണ്. അങ്ങനെയുള്ള എഞ്ചിനീയർമാർക്കെല്ലാം വളരെ ഗുണകരമായിട്ടുള്ളത്. അത് ഗുണകരം മാത്രമല്ല, അവർക്ക് പ്രശസ്തി, അതുപോലെ തന്നെ ധനം, അധികാരം, പണം, ഭാഗ്യം, അന്തസ്സ്, പ്രശസ്തി എന്നിവയെല്ലാം കിട്ടും. കാരണം വെച്ചാൽ അവർ ഗവേഷണ മുഖേന പല തന്ത്രങ്ങളും ഉപയോഗിച്ച്, പല ബുദ്ധികളും ഉപയോഗിച്ച് ടെക്നോളജികൾ എങ്ങനെ വർദ്ധിപ്പിക്കാം, മെഷീനറീസുകൾ എങ്ങനെ ഉണ്ടാക്കാം. ഇപ്പോൾ മെഷീനറീസിലാണ് ഇപ്പോൾ രാജ്യം ഓടിക്കൊണ്ടിരിക്കുന്നത്. പണ്ടെല്ലാം കൈപ്പണിയായിരുന്നു, ഇപ്പോൾ മെഷീനറീസ് കൊണ്ടുള്ള ഇതാണ്. ഒരു സ്ക്രൂ മുറുക്കാൻ പോലും ആദ്യം നമുക്ക് സ്ക്രൂ ഡ്രൈവർ വേണ്ടി വന്നു. ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, വെറുതെ മെഷീൻ ഇട്ട് ഒറ്റ മുറുക്കിയ സ്ക്രൂ സെറ്റായി എന്നുള്ള പറയുന്നത്. അപ്പം അങ്ങനെ മെഷീനറി സംബന്ധമായിട്ടുള്ള മേഖലകളിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു കാരകത്വം കൂടി വഹിക്കുന്ന ഒരാളാണ് ഈ മോട്ടോർ വാഹനത്തിൻ്റെയും സ്റ്റീലിൻ്റെയും ഇരുമ്പിൻ്റെയും എല്ലാം. ഇരുമ്പില്ലാതെ മോട്ടോർ സംഭവം ഉണ്ടാവില്ല എന്നറിയാമല്ലോ. അതുപോലെ തന്നെ മെഷീനറി സംഭവം ഉണ്ടാവില്ല എന്നറിയില്ല. അതിൻ്റെ കാരകത്വമുള്ള ഒരാളാണ് ശനി. അതിൽ നിന്ന് നല്ല മോചനങ്ങൾ ഉണ്ടാവും എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെയാണ് ഭാഗ്യ സംബന്ധമായിട്ടുള്ള സ്ഥാനത്ത് നിൽക്കുന്ന കാരണം ഭാഗ്യം വർധനവുണ്ടാവും. ഭാഗ്യവശാൽ ധനം വന്നു ചേരുവാനുള്ള സാധ്യതയുണ്ട്. ഭാഗ്യവശാൽ പലവിധ ഗുണങ്ങളും, അതായത് ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള നേട്ടങ്ങളും, ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള ജോലികളും, ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള രേഖകളും, ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള ഭൂമി സംബന്ധമായിട്ടുള്ള തർക്ക വിഷയങ്ങളും മറ്റുള്ളതെല്ലാം പരിഹരിക്കപ്പെടും എന്നാണ് പറയുന്നത്. ഗവൺമെൻറ് ജോലിയിൽ ആഗ്രഹിച്ച് കഴിയുന്നവർക്കും PSC ലിസ്റ്റിൽ വന്നിരിക്കുന്നവർക്കും തീർച്ചയായിട്ടും ഗവൺമെൻറ് ജോലി കിട്ടുവാനുള്ള സാഹചര്യം ഉണ്ട് എന്നാണ് പറയുന്നത്. ഇവിടെ എന്താ വെച്ച് പറഞ്ഞാൽ ശനി മാറുന്ന സമയത്ത് അവിടെ ഒരു ഗ്രഹയുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഗ്രഹയുദ്ധം എന്ന് വെച്ച് പറഞ്ഞാൽ ഒരേ രാശി, മീനൻ രാശിയിൽ സൂര്യൻ, ചന്ദ്രൻ, ബുധൻ, ശുക്രൻ, രാഹു എന്നിവയെല്ലാം കൂടി ചേർന്ന് നിൽക്കുന്ന സമയത്താണ്, അവിടെ ഒരു യുദ്ധം നടക്കുന്ന സമയത്താണ് ശനി അവിടെ പോയി പെടുന്നത് എന്നുള്ളതാണ് ആലോചിക്കേണ്ടത്. പക്ഷേ ശനിയും രാഹു അവിടെ നിൽക്കും, ബാക്കിയുള്ളവരെല്ലാം പോകും. ആരാദ്യം ജയിച്ചു വരുന്നുവോ അവനാണ്, പുറത്തു വരുന്നുവോ, രാശി മാറുന്നുവോ അവനാണ് ബലവാൻ എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെയുള്ള ഒരു സമയത്തും കൂടിയാണ് രാശി മാറുന്നത്. അതുപോലെ തന്നെ കർക്കിടക രാശിക്കാർക്ക് കുടുംബ സംബന്ധമായിട്ടുള്ള ഐശ്വര്യ അഭിവൃദ്ധിയും തീർച്ചയായിട്ടും ഉണ്ടാവും. ഭാഗ്യവർദ്ധന ഉണ്ടാവും. ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള മേഖലകളിലെല്ലാം പ്രവർത്തനം ഉണ്ടാവും. സഹായ സ്ഥാനങ്ങളും മറ്റുള്ള കാര്യങ്ങളെല്ലാം തുറന്നു കിടക്കും. കർമ്മ സംബന്ധമായിട്ടുള്ള പ്രവൃത്തി മേഖലകൾ പുരോഗമനമാതിയിൽ പോകും. അതുപോലെ തന്നെ പുരോഗമന സംബന്ധമായിട്ടുള്ള മേഖലകളെല്ലാം ഉണ്ടാവും. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുവാനുള്ള ഇടകൾ ഉണ്ടാവും. 2 വീലർ തൊട്ട് വലിയ വാഹനങ്ങൾ സംബന്ധമായിട്ടുള്ള വിമാനം അല്ലെങ്കിൽ ട്രെയിൻ എന്നിവ സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഗവേഷണം നടത്തുന്നവർക്കും അതുപോലെ തന്നെ മെക്കാനിക്കൽ സംബന്ധമായിട്ടുള്ളവർക്കും അതിൽ ടെക്നീഷ്യന്മാർക്കും എല്ലാം വളരെ ഗുണകരമായിട്ടുള്ളൊരു നേട്ടങ്ങളുണ്ടാവും. അതുപോലെ തന്നെ 2 വീലർ വാഹനങ്ങളിൽ പുതിയ മാറ്റങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ യന്ത്രവൽക്കരണം വളരെ കൂടുതലായിട്ടും വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്ന യന്ത്രങ്ങളും വാഹനങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതകൾ ഉണ്ടാവും. വൻകിട ഹൈടെക് സംബന്ധമായിട്ടുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്നവരെല്ലാം അതിൻ്റേതായിട്ടുള്ള രേഖകൾ തയ്യാറാക്കി ഉണ്ടാവും. അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യുന്നവർ, അതായത് റോഡ് പണി, പാലം പണി, വലിയ ആകാശയാത്ര, അങ്ങനെയുള്ള വൻകിട റോഡ് പണിയെല്ലാം, മേൽപ്പാലങ്ങളെല്ലാം ഉണ്ടാക്കാനുള്ള കൺസ്ട്രക്ഷൻ വർക്ക്, അതായത് ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള കോൺട്രാക്ട് വർക്കുകൾ, ബിൽഡിംഗ് സംബന്ധമായിട്ടുള്ള മറ്റ് അപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ വില്ലകൾ, അങ്ങനെയുള്ള ഏക്കർ കണക്കിന് സംബന്ധമായിട്ടുള്ള വില്ലകളും മറ്റുള്ളതൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഭൂമികാരകനായിട്ടുള്ള ചൊവ്വ ഇവിടെ ഗുണം കൊണ്ട് അവർക്ക് ഭൂമി വർധനവ് ഉണ്ടാവും. ധനസംബന്ധമായിട്ടുള്ള മേഖലകൾ തുറന്നു കിടക്കും. വിദേശ സംബന്ധമായിട്ടുള്ള ജോലിക്ക് ആവശ്യപ്പെടുന്നവർക്കെല്ലാം ആ മേഖല തുറന്നു കിടക്കും എന്ന് തന്നെ പറയണത്. അത് ശരിക്കും തീർച്ചയായിട്ടും വിദേശ യോഗം, വിദേശ പഠനം, വിദേശത്തിൽ കഴിയുന്നവർക്ക് ജോലി കിട്ടാതെ അലഞ്ഞ് നടക്കുന്നവർക്കും, ഓഫീസുകൾ കയറി ഇറങ്ങുന്നവർക്കും, ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്ത് പരാജയപ്പെടുന്നവർക്കെല്ലാം മാറ്റങ്ങളുണ്ടാവും എന്നൊക്കെയാണ് പറഞ്ഞു തരുന്നത്. പൊതുവെ ദേഹസ്വസ്ഥത കിട്ടും എന്നാണ് പറഞ്ഞത്. ദേഹാരിഷ്ടത, അത് ചെറിയ കുട്ടികളുടെ തൊട്ട് വലിയ പ്രായമായവർക്കും
ദേഹാരിഷ്ടം മാറിക്കിട്ടും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ കടബാധ്യത, കടത്തിൽ നിന്നും വളരെ കടത്തിൽ നിന്നും മോചനം നേടുന്ന ഒരുപാട് വ്യക്തികൾ ഈ ഘട്ടത്തിലുണ്ട് എന്നറിയാം. അതിൽ നിന്നെല്ലാം മോചനം, തീർച്ചയായും മോചനം പറയുന്നത് പൂർണ്ണമായിട്ടും ഇല്ലാണ്ടാവുകയാണ്. ആ മോചനം ഉണ്ടാവും, പക്ഷെ വീണ്ടും അതിൽ തൊട്ട് പോകരുത് എന്നാണ് പറയുന്നത്. നമ്മൾ അറിഞ്ഞുകൊണ്ട് കൈ അഗ്നിനെ തൊടാൻ ആഗ്രഹിക്കില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ തൊട്ടു പോകരുത്, തൊട്ടുപോയാൽ വീണ്ടും പൊള്ളും എന്നാണ് പറയുന്നത്. എന്നിരുന്നാലും അല്ലെങ്കിൽ കടബാധ്യതയിൽ ഒരുപാട് കടബാധ്യതപ്പെട്ടിരിക്കുന്നവർക്കെല്ലാം സമാധാനം കിട്ടും എന്നുള്ളത് പറയാം, സ്വസ്ഥത കിട്ടുമെന്ന് പറയാം. ജപ്തി നടപടികളും മറ്റുള്ള നടക്കുന്ന ഭവനങ്ങളും കമ്പനികളെല്ലാം അതെല്ലാം മാറിപ്പോകാനും അതിന് വേണ്ട സഹായഹസ്തങ്ങൾ തരുവാനും ആളുകളുണ്ടാവും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ കർമ്മ സംബന്ധമായിട്ടുള്ള മേഖലയിൽ, സ്വർണ്ണാഭരണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഗുണാനുഭവങ്ങൾ, വസ്ത്രമേഖലയിൽ പ്രവർത്തിക്കുന്ന ഗുണാനുഭവങ്ങൾ, അതുപോലെ തന്നെ ഇലക്ട്രിക് സംബന്ധമായിട്ടുള്ളതും ഇലക്ട്രോണിക് സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം ഗുണാനുഭവങ്ങളുണ്ടാവും. അതുപോലെ തന്നെ ഭൂമി സംബന്ധമായിട്ടുള്ള തർക്ക വിഷയങ്ങളെല്ലാം മാറിക്കിട്ടും. അതുപോലെ തന്നെ ഷെയറുകൾ കിട്ടാനുള്ള, ഷെയർ മാർക്കറ്റല്ല, ഭൂമി ഷെയർ, തറവാട്ട് സ്വത്ത് കിട്ടുവാനുള്ള സാധ്യത കിട്ടുന്നുണ്ടാവും. ഭാര്യമാരിൻ്റെ ഷെയർ കൂടി കിട്ടുവാനുള്ള സാധ്യത കൂടുതലുണ്ടാവും എന്നാണ് പറയാം. വിവാഹ തടസ്സങ്ങളെല്ലാം മാറി വിവാഹത്തിന് അനുയോജ്യപരമായിട്ടുള്ള സമയങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലായിട്ട് തന്നെ കാണുന്നുണ്ട്. അത് കാരണം കൊണ്ട് തന്നെ അവർക്ക് ഈ ഇതുണ്ട്. അതുപോലെ തന്നെ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വൻ ഗുണാനുഭവങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്. കർക്കിടക രാശി പറയുമ്പോൾ നമുക്ക് പുണർത്തിൻ്റെ അവസാനത്തെ കാൽഭാഗവും പൂയും ആയില്യം കൂടി ചേരുന്ന കർക്കിടക രാശിക്കാരാണ്. ഈ ആയില്യം നക്ഷത്രക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ കുറച്ച് കൂടുതലായിട്ട് കാണുന്നുണ്ട്. ആ ബുദ്ധിമുട്ടുകളെല്ലാം മാറി വരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് എന്നാണ് പറയുന്നത്. സിനിമാ മേഖലയിൽ പറ്റിക്കുന്നവർക്കെല്ലാം ഗുണാനുഭവങ്ങളുണ്ടാവും. രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം മേൽക്കോയ്മകളും മറ്റുള്ള കാര്യങ്ങളും വന്ന് ചേരുവാനുള്ള സാധ്യത കൂടുതലായിട്ട് തന്നെ കാണുന്നുണ്ട്. അതിൽ അവർ വിജയിക്കുവാനുള്ള സാധ്യതയും സ്ഥാനമാന പദവികൾ കിട്ടുവാനുള്ള സാധ്യതയും അവർ ആഗ്രഹിക്കുന്ന മേഖലകളിൽ പോയി അവിടെ ഉയർത്തിപ്പിടിച്ച് സംസാരിക്കാനുള്ള സാമർഥ്യവും ഉണ്ടാവും എന്നാണ് പറയുന്നത്. വ്യാഴം അനുകൂലപരമായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അത് കാരണം കൊണ്ട് ഗുണാനുഭവങ്ങൾ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ കർക്കിടക രാശിക്കാർക്ക് പൊതുവെ ഉള്ള ഇതെന്താണെന്ന് വെച്ച് പറഞ്ഞാൽ പണവരവ് നിയന്ത്രിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. പണം വന്നു കഴിഞ്ഞാൽ കയ്യിൽ നിൽക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ കയ്യിൽ നിൽക്കാത്ത പണം കയ്യിൽ നിൽക്കുവാനുള്ള സാധ്യത കൂടി ഉണ്ടാവും. മിച്ചം പിടിക്കാൻ വല്ലതും ഉണ്ടാവും എന്ന് പറയുന്നത്. ഇപ്പോൾ 1000 രൂപ കയ്യിൽ കിട്ടുകയാണെങ്കിൽ 600 രൂപ ചിലവാക്കി 400 രൂപ വയ്ക്കാനുള്ള സ്ഥിതി ഉണ്ടാവും. അതേസമയത്ത് 1000 കിട്ടിയാലും തികയില്ല, 1200 ചിലവുണ്ടാവും എന്നുള്ള പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഇതെല്ലാം മാറി വരും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ ശത്രു സംബന്ധമായിട്ടുള്ള ദോഷങ്ങൾ കർക്കിടക രാശിക്കാർക്ക് കൂടുതലായിട്ട് വരുന്നുണ്ട്. കഴുത്തിനെ പിടിച്ച് ഞെരുക്കുന്നമായിട്ടുള്ള ഓരോരോ അനുഭവങ്ങളുണ്ടാവും. അജ്ഞാതപരമായിട്ടുള്ള ചില സ്വപ്നങ്ങളും ദുർസ്വപ്നങ്ങളും ബാധകളും എല്ലാം ഉള്ളവർക്കെല്ലാം അത് മാറി വരുവാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അതിനുള്ള മാറ്റങ്ങൾ വരുവാനുള്ള സാധ്യതയുണ്ട്. ചിലവർക്ക് കുടുംബപരമായിട്ടും ഭവന സംബന്ധമായിട്ടും ചില ബാധകളൊക്കെ ഉണ്ടാവാനുള്ളതുണ്ട്. അതെല്ലാം മാറി വരുവാനുള്ള അതിനുള്ള പരിഹാരങ്ങൾ തേടി പോകാനുള്ള ബുദ്ധി സാമർഥ്യം കാണിക്കും. അതോടുകൂടി അവരുടെ കഷ്ടകാലം നീങ്ങിപ്പോകും എന്നൊക്കെയാണ് പറയുന്നത്. അത് കാരണം കൊണ്ട് തന്നെ അവർക്ക് വളരെ ഗുണാനുഭവങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യത കർക്കിടക രാശിക്കാർക്ക് തീർച്ചയായിട്ടും ഉണ്ട് എന്ന് തന്നെ പറയാം. നമസ്കാരം.